ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞു, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും കൊണ്ടുനടന്ന് ജീവിതം കയ്പു നിറഞ്ഞതാക്കുമ്പോൾ ഓർക്കുക, നാം തെറ്റ് ചെയ്യാത്തവർ അല്ലല്ലോ. അറിഞ്ഞും അറിയാതെയും പലരോടും പല വിധത്തിൽ നാമും തെറ്റുകൾ ചെയ്തിട്ടില്ലേ? ആ തെറ്റുകൾ അവർ നമ്മളോട് പൊറുക്കണമെന്നും സർവോപരി ദൈവം ആ തെറ്റുകൾ കണക്കിലെടുക്കാതെ നമ്മോട് ക്ഷമിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് ദൈവവും സഹോദരരുമായി ഉടൻ രമ്യതപ്പെടുക. ക്ഷമ ഒരു പുതിയ തുടക്കമാണ്, ഒരു കടം വീട്ടലാണ്. ദൈവം നൽകുന്ന ആനന്ദത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള വാതിലാണ്. കുരിശിൽ ജീവൻ വെടിഞ്ഞ ലോകചരിത്രത്തിലെ ഏറ്റവും നീതിമാനായവൻ തന്റെ ഘാതകരോട് ക്ഷമിച്ചുവെങ്കിൽ നമുക്കും മറ്റുള്ളവരോട് ക്ഷമിച്ചുകൂടെ? അതെ, വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും.